എടാ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് പലതരം വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് കരിയർ ഓറിയന്റഡ് വീഡിയോസ് ചെയ്യാറുണ്ട്, എൻ്റെ ക്ലാസ് എടുക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ വീഡിയോ ആക്ച്വലി നിങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്യും. നിങ്ങൾക്കെല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാരൻസിനെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിന് നിങ്ങളുടെ പാരൻസിന് ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ അയച്ചു കൊടുക്കണം. കാരണം ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ട് പാരൻസിനെ അഡ്രസ്സ് ചെയ്യുന്നു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വേണ്ടി വെയിറ്റ് ഇരിക്കുകയാണ്, +2 കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സ് നോക്കി എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ്, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ആഫ്റ്റർ +2 അല്ലെങ്കിൽ ആഫ്റ്റർ റിസൾട്ട് ഞാൻ ഏത് കോഴ്സ് എടുക്കണം, ആഫ്റ്റർ +2 ശേഷം ഞാൻ ഏത് കോഴ്സ് എടുക്കണം, കൃത്യമായൊരു ക്ലാരിറ്റി നിങ്ങളുടെ കരിയറിനെ പറ്റി നിങ്ങൾക്കില്ല. ഇത് നിങ്ങളുടെ പാരൻസിന് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് മെജോറിറ്റി കുട്ടികൾക്കും എന്തുകൊണ്ട് ഒരു കരിയറിനോടൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആസ് എ പാരന്റ്, പലതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പാരൻസ്. അത് പഠിക്കും, ഇത് പഠിക്കും, നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, അത് ഇത്. അപ്പോൾ ആക്ച്വലി നിങ്ങളൊരു വിഷൻ എന്താ എന്നുള്ളത് നിങ്ങളുടെ മക്കൾ, അപ്പോൾ ഞാനിപ്പോൾ ഇനി പാരൻസുമാണ് സംസാരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുട്ടി എവിടേക്ക് എത്തണം? ഒരു 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി SLCയിൽ സയൻസ് എടുക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം അവൻ്റെ ക്വാളിഫിക്കേഷൻ? അല്ലെങ്കിൽ അവൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കണമെങ്കിൽ എങ്കിൽ 8, 9, 10 പഠിക്കുന്ന സമയത്ത് അവൻ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഈ 2026 കാലത്ത് നിങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിലേക്ക് പഠിച്ചിറങ്ങും, +2 ഒക്കെ പഠിച്ചിറങ്ങും ഏകദേശം 2030 അല്ലേ? ഇപ്പോൾ 2026 30 ഒരുപാട് നമ്മുടെ ലോകം അത്രയും ഫാസ്റ്റായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഫാസ്റ്റായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏത് കോഴ്സ് എൻ്റെ മക്കൾ പഠിച്ചാലാണ് ഭാവിയിൽ സേഫായി ഒരു സ്ഥലത്ത് ജോലി കിട്ടുക? ഇതൊക്കെ നിങ്ങളെക്കാൾ കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാരൻസാണ്. കാരണം പാവമാണ് ഈ പാരൻസ്, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ഇവരൊക്കെ അവർക്ക് പഠിക്കാൻ സമയത്ത് അവർക്ക് ലഭ്യമാവാത്ത പല സൗകര്യങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും എൻ്റെ മക്കൾക്ക് അതിനൊന്നും ഒരു കുറവുണ്ടാവരുത് എന്ന് വിചാരിച്ച് അവർ മാറ്റി വെക്കുന്നല്ലേ, ചെറിയ നാണയത്തുണ്ടുകൾ പോലെ അവർ മാറ്റി വെക്കുന്ന അവരുടെ സമ്പാദ്യം മുഴുവൻ തങ്ങളുടെ മക്കളെ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ആളുകളാണ്. അങ്ങനെ ചിലവാക്കുന്ന പാരൻസ് അറിഞ്ഞിരിക്കണം എൻ്റെ മക്കൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വഴികൾ എന്തെല്ലാമാണ്, അവർക്ക് ഭാവിയിൽ ശോഭിക്കാൻ കഴിയുന്ന മേഖലകൾ എന്തെല്ലാമാണ്. ഇതാണ് അതിനുവേണ്ടി റേസ് ഒരു വെബിനാർ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. കംപ്ലീറ്റ് ഫ്രീ വർക്ക്ഷോപ്പാണ്. ഈ വരുന്ന 5ാം തീയതി, മെയ് മാസം 5ാം തീയതി ചൊവ്വാഴ്ച 11 മണിക്കാണ് വെബിനാർ നടത്തുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായും നിങ്ങൾ ഒരു നമ്മളെ മക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ പിന്നെ മക്കളോട് പഠിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ല എന്നുകൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഒരു ടീച്ചർ എന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഒരു അവസരമായി നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് നമ്മുടെ NIT, IIT, IIM ഒക്കെ പഠിച്ചിറങ്ങിയ അലൂമിനീസിൻ്റെ ഒരു വലിയൊരു ടീം നമ്മുടെ ഇതിന് പുറകിലുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ റൈസിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ട് അദ്നാൻ സാറാണ് നിങ്ങൾക്ക് ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് ഏതെടുത്താലാണ് അവർക്ക് അവരുടെ ജോലി സാധ്യത കിട്ടാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതറിയാതെ നമ്മളെ മക്കളെ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു അവസരമായി നിങ്ങൾ എടുക്കുക. എല്ലാ പാരൻസും, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ കൊടുക്കുക. 5ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. സമയം കൂടി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. അവസരമാണ്. ഈ വെക്കേഷനിൽ ഒരു അരമണിക്കൂർ നമ്മളെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്.